ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇത് എന്നെപ്പോലുള്ള ബിഗിനേഴ്സിനും പിന്നെ ബാച്ചിലേഴ്സിനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാട്ടോ. ആദ്യം തന്നെ ഞാൻ റൈസാണ് ഉണ്ടാക്കാറ്. കാരണം അരി വാർത്ത് ചോറാവാൻ ഇത്തിരി സമയം പിടിക്കുന്നതുകൊണ്ട് ആ പണി ആദ്യം അങ്ങ് തീർത്തേക്കും. നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ അരി കഴുകി ഇടാറ്. പിന്നെ കറി ഉണ്ടാക്കാൻ തുടങ്ങും. ഇന്ന് ചെറുപയർ തേങ്ങ അരച്ച് വയ്ക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് ചെറുപയറും പച്ചമുളകും സവാളയും പിന്നെ മത്തനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടു. ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് അടച്ചിട്ടിട്ട് ഒരു 4 വിസിൽ. സംഭവം സെറ്റാട്ടോ. കുക്കറ് കൂകി വിളിക്കുന്ന നേരം കൊണ്ട് തേങ്ങ ചെരുവി ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് വയ്ക്കും. അരവ് കറിയിൽ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റമുളകും ചേർത്ത് താളിച്ച് വറവിട്ട കറിപ്പണി അവിടെ തീരും. പിന്നെ കറി മാത്രം പോരാലോ, ഒരു ഉപ്പേരി കൂടി വേണ്ടേ? അയ്യോ, ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഉപ്പേരി ഇതിവിടെ കൊല്ലംകാർക്ക് തോരനും മെഴുക്കുവരട്ടിയും ഒക്കെയാണ് കേട്ടോ. ഇന്ന് പയറുപ്പേരിയാണ്. അതാവുമ്പോൾ കുറച്ച് സിമ്പിളും സൂപ്പറുമാണ്. ഉപ്പേരി ഒന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് സോയാ ചങ്ക്സ് കഴുകി ചൂടുവെള്ളത്തിൽ കുതിർത്ത് മസാല തേച്ച് വെച്ചു. ഈ ഉപ്പേരിക്ക് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പപ്പടം കാച്ചിയെടുത്തു. എന്നിട്ട് അതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് നന്നായിട്ട് വറുത്ത് നല്ല കറുമുറാ മുരിച്ചെടുക്കും. ഇതോടെ ഇന്നത്തെ എൻ്റെ ലഞ്ച് റെഡിയായി. എൻ്റെ കുട്ടി വിഭവങ്ങളും ഒരു ഇത്തിരി സ്നേഹവും കൂട്ടി കെട്ടിയോന് കൊടുത്ത് ആ മുഖത്ത് വരുന്ന പുഞ്ചിരി കാണുമ്പോൾ കിട്ടുന്ന മനസ്സുഖം അതൊന്ന് വേറെ തന്നെയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നേക്കല്ലേ. ബൈ ഗായ്സ്, സീ യു.